ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് മസ്കറ്റ് നൈറ്റ്സിൻ്റെ സെക്കൻഡ് ലൊക്കേഷനിൽ പോകാൻ പോവാണ്. അമറാത്തിലാണ് ലൊക്കേഷൻ. നമ്മൾ മസ്കറ്റിൽ നിന്ന് അമറാത്തിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ മസ്കറ്റിൽ നിന്ന് ഈ ഒരു മൗണ്ടൻ കംപ്ലീറ്റ് കയറി നേരെ ഇറങ്ങുന്നത് അമറാത്തിലേക്കാണ്. ആ വ്യൂ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നൈറ്റ് വ്യൂ സൂപ്പറാണ്. ഫുൾ ലൈറ്റിംഗ് ആയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. മസ്കറ്റ് നൈറ്റ്സിൻ്റെ ഒരു ലൊക്കേഷൻ്റെ വിശേഷം ഞാൻ ഇതിനു മുന്നേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നേരെ കണ്ടിട്ട് വരിക. ഇത് സെക്കൻഡ് ലൊക്കേഷനാണ് അമറാത്ത്. ഇപ്പം നമ്മൾ മസ്കറ്റിൽ നിന്ന് കയറി അമറാത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഉള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ വ്യൂ ആക്ച്വലി നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്ത് മേളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമല്ലോ. ആ ഒരു കറക്റ്റ് വ്യൂ ആണ് നമുക്ക് ഈ മൗണ്ടൻ ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത്. മസ്കറ്റ് നൈറ്റ്സിൻ്റെ ലൊക്കേഷൻ എത്താനാവുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ലൈറ്റ്സ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത്തവണത്തെ മസ്കറ്റ് നൈറ്റ്സ് ഫുള്ള് ലൈറ്റ്സ് ആണ്. ഫുൾ ലൈറ്റ്സ് ആണ്. വേറെ ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും ഇത്തവണ കൊണ്ടുവന്നിട്ടില്ല. കംപ്ലീറ്റ് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. അതുപോലെ ഈ ലൊക്കേഷനിൽ കുറേ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതും കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ്, ഇതുപോലെ മിക്കി മൗസ്, ഫ്രോഗ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ ഗെയിംസ്, വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും ഉള്ള കുറേ ഗെയിംസും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇതുപോലെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടാവും. 8:30 ഫയർ വർക്ക്സ് ഉണ്ട്. അത് കാണാനാണ് കൂടുതലും ആൾക്കാർ ഈ ടൈമിൽ അവിടെ കൂടി നിൽക്കുന്നത്. നമ്മളങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് ഗെയിംസും ആക്ടിവിറ്റീസും ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അവിടെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ഒട്ടക സഫാരി അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒമാനികളുടെ ഫുഡാണ്. ഈ ഒരു ഏരിയ ഫുള്ള് ഒമാനി ഫുഡായിരുന്നു. ഇവിടെ ഒട്ടും മിസ് ചെയ്യാതെ നമ്മൾ മേടിക്കേണ്ട ഒരു കാര്യമാണ് ഒമാനി ഹൽവ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹൽവയുടെ ടേസ്റ്റേ അല്ല ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അത് ഈ ചൂടോട് കൂടി സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണത്.
ഇറങ്ങുന്ന സമയത്താണ് ദേ നിൽക്കുന്ന മാശയും പേരും. അവിടെ കയറാൻ എക്സ്ട്രാ ടിക്കറ്റ് ആയിരുന്നു, അതാണ് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമറാത്തിലെ മസ്കറ്റ് നൈറ്റ് വിശേഷങ്ങൾ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അമറാത്തിൽ നിന്ന് മസ്കറ്റിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ്. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഗായ്സ്, അപ്പോൾ നമ്മുടെ മസ്കറ്റ് നൈറ്റ്സ് അമറാത്തിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.